ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ജനറൽ എൻട്രീസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പോൾ ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ 6 മാർക്കിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, X Limited with a paid up capital of 5 lakh divided into shares of 10 each fully paid had resolved to capitalize 80,000 of accumulated reserve of 1,25,000 by issuing bonus shares of 10 each fully paid. Past necessary journal entries. എന്താ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കമ്പനീൻ്റെ അടുത്ത് നിലവിൽ 5 ലക്ഷം ഉണ്ട്, 5 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ട്. അതിന് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അതായത് നമ്പർ ഓഫ് ഷെയർ എത്ര ഉണ്ട്? നമ്പർ ഓഫ് ഷെയർസ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് ഷെയർസ് സ്വാഭാവികമായിട്ടും എക്സിസ്റ്റിംഗ് നമ്പർ 5 ലക്ഷം രൂപ, ഒന്നിൻ്റെ വില 10, അപ്പം 50,000 ഷെയർ ഉണ്ട്. ഓക്കെ, ഇനി ബോണസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറയുന്നത് 80,000 ക്യാപിറ്റലൈസ് ചെയ്യാൻ പറയുന്നത്. ഓഫ് അക്യുമുലേറ്റഡ് റിസർവ്, മൊത്തം അക്യുമുലേറ്റഡ് റിസർവ് 1,25,000 ഉണ്ടായാൽ 80,000 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ബൈ ഇഷ്യൂയിങ് നമ്പർ ഓഫ് ഷെയർസ്, ബോണസ് ഷെയർ 10 ഈച്ച്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ജേണൽ എൻട്രി നോക്കുക. ഫസ്റ്റ് റിസർവ് ഉപയോഗിക്കണം. അപ്പോൾ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എത്ര? 80,000. ഇവിടെയും 80,000. ഓക്കെ, ഇതെന്താണ്? ബോണസ് ഡ്യൂ ആക്കിയതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ആ ബോണസ് എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാണ്, അതിന് ബോണസ് കൊടുക്കുകയാണ്. ബോണസ് ടു ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ, ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനെ ആദ്യം എഴുതിയിട്ടുള്ളതുകൊണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര? 80,000. സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രിയാണ്. നരേഷ് എന്താണ്? ഇഷ്യൂ ഓഫ് 8,000 ഇക്വിറ്റി ഷെയർസ് എന്ന് കൊടുക്കുക. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നരേഷൻ കൊടുക്കണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതാണ് എക്സാമ്പിൾ. എ ബി ലിമിറ്റഡ് ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷം ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ഫുള്ളി പെയ്ഡ് ആണ്. ദ കമ്പനി നൗ ഡിക്ലെയർ ബോണസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ്. ടോട്ടൽ 8 ലക്ഷത്തിൻ്റെ ഫ്രീ റിസർവ് ഉണ്ട്. അതെന്ത് ചെയ്യാണ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. ദിസ് ബോണസ് ഈസ് ടു ബി പെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് പ്രീമിയം 12 പെർ ഷെയർ ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ്. ഓരോ 4 ഷെയറിനും ബോണസ് ഷെയർ കൊടുക്കുകയാണ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ദ ഷെയർ ആർ കോട്ടഡ് അറ്റ് എ 15 ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ബോണസ്. ഷെയർ കോട്ട് ചെയ്തത് അത് 15 റുപ്യ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഷെയർ കൊടുക്കണം, ഇത്ര ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് തീരുമാനമാക്കുക, എത്ര ഷെയർ കൊടുക്കണം എന്നുള്ളത്. അതിനാദ്യം നമ്മൾ അറിയണം എക്സിസ്റ്റിംഗ് ഷെയർ എത്ര ഉണ്ടെന്ന്. എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്ര? 20 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റൽ, 10 രൂപയാണ് ഷെയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ 2 ലക്ഷമാണ്. ഇനി ഓരോ 4 ഷെയർ നമ്മുടെ കയ്യിലുള്ളതിന് ഒരു ഷെയർ കൊടുക്കും. അപ്പോൾ റേഷ്യോ എന്താണ്? 1 ഷെയർ ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂഡ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ എത്ര? നമ്മുടെ 2 ലക്ഷം അല്ലേ നമുക്ക് എക്സിസ്റ്റിംഗ് ഉള്ള ഇൻറ്റു നമുക്ക് പുതിയത് കിട്ടുന്നത് 1, പഴയത് 4, അങ്ങനെ എന്ത് ചെയ്തു?
അപ്പോൾ എത്ര വരും? 50,000 ഷെയറാണ് പുതിയത് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള റിസർവ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രി എഴുതി തുടങ്ങാം. കൃത്യമായി നോക്കുക. 50,000 ഷെയറാണ്. 50,000 ഷെയറിന് 10 രൂപൻ്റെ ഷെയർ ആണെങ്കിൽ 2 രൂപ പ്രീമിയത്തിലാണ്. അപ്പോൾ 50,000 × 12 6 ലക്ഷം രൂപ വേണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരട്ടെ. ആദ്യം റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എത്ര? 6 ലക്ഷം. ഇനി ശ്രദ്ധിക്കുക, പ്രീമിയം ഉണ്ട്, അതുകൊണ്ട് തന്നെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 6 ലക്ഷം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം വരാൻ പാടുള്ളൂ. 50,000 × 10. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 50,000 × 2 1 ലക്ഷം. ഓക്കെ, അപ്പം ഡ്യൂ ആക്കുന്നതും മറ്റും ജനറേഷൻ എന്ത് ചെയ്യുക? കൃത്യമായി കൊടുക്കുക 2 ഭാഗത്തും. എന്താണ് മനസ്സിലായത്? റിസർവ് ഉപയോഗിച്ചിട്ട് ഡ്യൂ ആക്കിയതാണ്. ഇതെന്ത് ചെയ്യാണ്? ഷെയർ, ബോണസ് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാണ്. അതൊക്കെ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് 2 ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ.